നമസ്കാരം പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കേവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഊഷ്മളമായ സ്വാഗതം. കൊല്ലൂർ ശ്രീ മൂകാംബിക ദേവീ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് കൊല്ലൂർ ശ്രീ മൂകാംബിക ദേവീ ക്ഷേത്രം. ജ്ഞാനവും ശക്തിയും ഐശ്വര്യവും നൽകുന്ന ദേവീ സന്നിധാനം. ഉടുപ്പി ജില്ലയിലാണ് പ്രസിദ്ധമായ ഈ ക്ഷേത്രം. ഇവിടെ ആരാധിക്കുന്ന മൂകാംബിക ദേവിയെ സരസ്വതി, ലക്ഷ്മി, ദുർഗ എന്നീ 3 രൂപങ്ങളുടെ സംഗമമായി കരുതുന്നു. ഈ ക്ഷേത്രത്തിന്റെ മൂലവിഗ്രഹം ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ചതായി കരുതപ്പെടുന്നു. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ജ്യോതിർലിംഗമാണ്. 1300-ലേറെ വർഷം പഴക്കമുള്ള ക്ഷേത്രമായി മൂകാംബിക ദേവീ ക്ഷേത്രത്തെ കരുതപ്പെടുന്നു. ശ്രീ ശങ്കരാചാര്യർ നിർദ്ദേശിച്ച പോലെ തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മുഖ്യ വഴിപാടാണ് വിളക്കെടുപ്പ് വഴിപാട്. അറിവിലും തൊഴിലിലും വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലുമൊക്കെ തന്നെ സൽഗതി ഉണ്ടാകുമെന്നുള്ളതാണ് വിശ്വാസം. ഓരോ ദിവസവും 100 കണക്കിന് കുട്ടികളെയാണ് ഇവിടെ എഴുത്തിനിരുത്തുന്നത്. സന്ധ്യ മയങ്ങിക്കഴിയുമ്പോൾ മൂകാംബിക ദേവീ ക്ഷേത്ര പരിസരവും ക്ഷേത്രത്തിന് ഉൾവശവും ദീപങ്ങൾ കൊണ്ട് നമ്മുടെ കണ്ണിന് ഭക്തിനിർഭരമായ കാഴ്ച ഒരുക്കുന്നു. ദീപാരാധനയ്ക്ക് ശേഷം രാത്രി 7 മണി മുതൽ ക്ഷേത്രത്തിന് പുറകുവശം ഔഷധ കഷായം എല്ലാ ദിവസവും വിതരണം ചെയ്യും. ഞാനും എൻ്റെ കുടുംബവും മൂകാംബിക ദേവിയുടെ തിരുസന്നിധിയിലെത്തുന്നത് ഗോപാലഞ്ചേട്ടൻ നയിക്കുന്ന മാധവൻ ഗ്രൂപ്പിൻ്റെ തീർത്ഥാടന ഗ്രൂപ്പിനോടൊപ്പമാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറയുന്നു. കൊല്ലൂർ ശ്രീ മൂകാംബിക ദേവിയെ നമ്മൾ കാണുവാൻ ആഗ്രഹിച്ചാൽ ഒരുപക്ഷെ അത് നടക്കണമെന്നില്ല. അമ്മ നമ്മളെ വിളിക്കുമ്പോൾ മാത്രമേ അമ്മയുടെ തിരുസന്നിധാനത്തേക്ക് നമുക്ക് എത്തുവാൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും കൊല്ലൂർ ശ്രീ മൂകാംബിക ദേവിയുടെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ. അമ്മയുടെ തിരുസന്നിധാനം സന്ദർശിക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്കോരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അമ്മേ ശരണം, ദേവീ ശരണം.